ബാൽരാജ്, സാധുവാണെന്ന് വിചാരിച്ച് വിട്ടപ്പോ ഞാനില്ലാത്ത സമയത്ത് എന്റെ ആൾക്കാരെ തന്നെ അടിച്ചോ നീ? ഇന്ന് നിന്നെ കൊല്ലുവടാ, കൊന്നുകളഞ്ഞ. என்னாச்சு? சடனா இப்படி திரும்பிருச்சு? രക്ഷപ്പെട്ടതാ ബാൽരാജ്, നീ രക്ഷപ്പെട്ടു അല്ലേ? സ്റ്റാർട്ടാകുന്നില്ലല്ലോ. എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ കാമുകരെ തന്നെ കൊല്ലാനും മാത്രം നിനക്ക് എവിടുന്ന് ധൈര്യം കിട്ടി? നമ്മളെല്ലാവരും പ്രേതങ്ങളാണെന്നുള്ള കാര്യം ബാൽരാജിനും എനിക്കും കല്യാണം കഴിയുന്നത് വരെ ആരും അറിയാൻ പാടില്ല. എന്തിനായിരിക്കും പെട്ടെന്ന് വരാൻ പറഞ്ഞത്? നമസ്കാരം. അയ്യോ, ഇത് എന്റെ ഫ്ലക്സ് പോലെ ഉണ്ടല്ലോ. ഒരു ഡൗട്ടുമില്ല, എന്റെ ഫോട്ടോ തന്നെയാ സാർ. സാർ, പുറത്ത് കട്ടൗട്ട് നിന്റേത് തന്നെ. നീ സാധാരണ ബാൽരാജ് അല്ല, ഈ കാട്ടിന് വലിയ സിംഹമാണ്. ആ കൈ അടിപൊളി കാര്യം എന്താ സാർ? നീ എന്താന്ന് ചോദിക്കുന്നേ? നൈറ്റ് നീ ചെയ്ത ഓപ്പറേഷനില് ഇന്റർനാഷണൽ സ്മഗ്ലർ രജനികാന്തിനെ അങ്ങനെ തന്നെ പൊട്ടി അകത്തിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും ചെയ്യാത്ത പോലെ ഓവർ ആക്ടിങ് ചെയ്യല്ലേ? നീ എന്തിനാ നിക്കുന്നേ? നീ ചെന്ന് എന്റെ കശേരിയിൽ ഇരിക്കുന്നേ. അവിടെ ഇരിക്കും. രാമസ്വാമി അല്ലേ? അതെ സാർ. നീ സംസാരിക്കുന്നേ.
ഇന്ന് തൊട്ട് ഈ ഓഫീസ് മാത്രല്ല ഈ ഫോറസ്റ്റ് മൊത്തം നിന്റെതാ. നീ പോയി സംസാരിക്ക് ഞാൻ നോക്കിക്കോളാം. ജിങ്കി ചക്ക ജിങ്കി ചക്ക. ഇത്ര വലിയ ബിൽഡപ്പ് കാണിക്കുന്ന എന്താ ചെയ്യാൻ പോന്ന് ഞാൻ കാണട്ടെ. വാടാ മച്ചാൻ വാടാ വാടാ മച്ചാൻ വാടാ എടാ മൂടാ ഉന്തൻ ചമ്പം എന്നിടം പലിക്കുമാടാ വാടാ മച്ചാൻ വാടാ എടാ മൂടാ ഉന്തൻ ചമ്പം എന്നിടം പലിക്കുമാടാ വാടാ മച്ചാൻ വാടാ. എടാ നാട്ടുകാരൊക്കെ നമ്മളെ കുറിച്ച് എന്താ പറയുന്നേ? ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം അറിയൂ, ഈ നാട്ടിലും കാട്ടിലും ഒക്കെ എനിക്കിപ്പോ ഭയങ്കര പേരാ. എന്ത്? എനിക്ക് അവാർഡും തന്നു, അതറിയൂ. എടാ വണ്ടി നിർത്താൻ. എന്താടാ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ആരാടാ? നീ? അപ്പൊ നാട്ടുകാരോട് നീ എന്താ എന്നെ കുറിച്ച് പറയാഞ്ഞേ? അത് നീ വന്നിട്ട് പറയാന്ന് ഇത് കരുതി. നോക്ക്, ഇനി ആര് ചോദിച്ചാലും ശരി രാമസ്വാമി ഇല്ലാതെ ഞാനില്ലാന്ന് പറയണം. രാമസ്വാമി പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തെന്ന് പറയണം. ഈ ക്രെഡിറ്റ് എന്റെ അല്ല രാമസ്വാമിയുടേതാണെന്ന് പറയണം. ശരി, അതുപോലെ ചെയ്യാം. അല്ല, നിന്നോട് ചോദിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ നീ ഇതൊക്കെ ചെയ്തതോ? ഇത് എങ്ങനെയൊക്കെയോ നടന്നതാ. പ്ലാൻ ചെയ്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല, നീ എന്നെ വിശ്വസിക്ക്. ശരി എടാ നേരെ എന്റെ വീട്ടിലേക്ക് പോ. അത് ശരി, എന്റെ വീട്ടിൽ പോകാതെ എങ്ങനെയാ? ആദ്യം എന്റെ വീട്ടിലേക്ക്, എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് പോ. വല്യമ്മേ. എടാ രാമസ്വാമി, നീ ഇപ്പഴാ വരുന്നേ? അല്ല, വല്യമ്മ ഒന്ന് തടിച്ചു കൊഴുത്തിട്ടുണ്ടല്ലോ. ഇവര് ജോലി കിട്ടിയതുകൊണ്ടാണോ? അതൊക്കെ ഇരിക്കട്ടെ. എടാ നീ ഇവൻ എന്താ വശ്യം ചെയ്തത്? ഇവന് എന്നേക്കാൾ നീയാണ് പ്രധാനം. മിണ്ടിയാലും രാമസ്വാമി, തുമ്മിയാലും രാമസ്വാമി, ചുമച്ചാലും രാമസ്വാമി. അങ്ങനെയൊന്നുമില്ല, ഇവന് സ്നേഹമുള്ളാണ്. ശരി, അകത്തേക്ക് വാ. ശരി വരാം. എന്താടാ സീക്രട്ട് ആണോ? അതെ, അന്നൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ആ കാര്യമാ. എന്താ കാര്യം? വേറൊന്നുമല്ല, കാട്ടിലുള്ളപ്പോ ഒരു തുണയ്ക്ക് വേണ്ടി ഫ്രണ്ട്ഷിപ്പ് ആയതാ. ഇപ്പൊ അവളുടെ കുടുംബക്കാരെല്ലാം ചേർന്ന് അവളെ കെട്ടാൻ വേണ്ടി എന്നെ നിർബന്ധിക്കുക. ഞാൻ പറഞ്ഞു രാമസ്വാമി പറഞ്ഞാ കേട്ടാ. ഓ, പെണ്ണിന്റെ ക്യാരക്ടർ എങ്ങനെയാ? നല്ല സ്വഭാവ രാമസ്വാമി, കാണാനും സുന്ദരിയാ. പക്ഷേ ഫാമിലിയൊക്കെ ഒരു ടൈപ്പാ. എന്തിനാ പെണ്ണ് ഇവന്റെ പിന്നാലെ വരുന്നേ? ഇവൻ അത്രക്ക് ഭംഗിയൊന്നും ഇല്ലല്ലോ. ഓഹോ, ജോലി കണ്ടിട്ടാണോ? മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായടാ. എങ്ങനെ? അവള് സാധാരണ ആളല്ല. ആ പെണ്ണിനെ നിനക്ക് കാണിച്ചത് നിന്നെ വളയ്ക്കാനുള്ള പരിപാടിയാ. നിന്റെ ശമ്പളത്തിൽ ജീവിക്കാനുള്ള ഐഡിയ ആണടാ. അത് ഞാനുള്ളിടത്തോളം കാലം നടക്കില്ലടാ, നീ ടെൻഷൻ ആവണ്ട. ശരി, ആ പെണ്ണിന് ചേച്ചി അനിയത്തി ആരെങ്കിലും ഉണ്ടോ? ഒരു അനിയത്തിയുണ്ട്. അനിയത്തിയുണ്ടോ? സത്യമായിട്ടും? ഇപ്പൊ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി. നിന്റെ ജോലി കഴിഞ്ഞു, നീ നോക്കിക്കോ. ഇനി ഞാൻ കളിക്കാൻ പോകുന്ന കളി നിന്റെ കൂടെ ഞാനുണ്ടടാ. അനിയത്തി ഉണ്ടല്ലോ അല്ലേ? എന്നാ വീട്ടിക്ക് പോ. ചേച്ചി എന്താടാ ഒന്നും പറയാതെ പെട്ടെന്ന് കേറി വന്നേ? അവിടെയുള്ളവരെല്ലാരും ഇവനെ അടിച്ചോടിച്ചിട്ടുണ്ടാവും. എടാ തലയാട്ടിൽ നിന്ന് നിർത്തടാ. ഇത് നോക്ക് ചേച്ചി, കൊടുങ്കാറ്റ് പറഞ്ഞിട്ടാണോ വരുന്നത്? സുനാമി പറഞ്ഞിട്ടാണോ വരുന്നത്? ഭൂകമ്പം പറഞ്ഞിട്ടാണോ വരുന്നത്? പറഞ്ഞിട്ട് വരാറില്ലല്ലോ. ഞാനും അങ്ങനെ തന്നെ. ശരി, അതൊക്കെ വിട്ടേക്ക് ചേച്ചി. കഴിക്കാൻ വല്ലതായോ? വിശന്നിട്ട് വയ്യ, വേഗം കാട്ടിലേക്ക് പോണം. കാട്ടിലേക്ക് എന്തിനാടാ? ചാടി കളിക്കാണ്. നമ്മുടെ വീട്ടിലെ വലിയ തടി കഷ്ണം എവിടെ? ഇതല്ല, ഇതിനെക്കാട്ടിലും വലുതായിരുന്നു. അതെടുത്തോ, ഒറ്റ കുത്താ. അത്രേ ഉള്ളൂ, കഴുത്ത് തൂങ്ങിക്കിടക്കും. അങ്ങേരുടെ കാര്യം ഇവിടെ എന്തിനാ കാട്ടി പോകുന്നേന്ന് പറ. അതല്ല ചേച്ചി, ആ പാവം ബാലിയുണ്ടല്ലോ, അവനെ പറ്റിച്ചിട്ട് അതൊക്കെ ആരോ കൈക്കലാക്കാൻ നോക്കുക. അവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ, അതെല്ലാം നീ എന്തിനാ ചെയ്യുന്നേ? ഫ്രണ്ട്ഷിപ്പ്. ലക്ഷ്മി, അവന്റെ കഷ്ടകാലം നേരത്തെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തോ നിന്റെ ഇഷ്ടത്തിന് ചെയ്യാം. ആദ്യം വന്ന് കഴിക്കാൻ നോക്ക്. നിന്റെ വായ തുറക്കുന്നത് കഴിച്ചോ?
ആ.